പ്രതിപക്ഷ ഉപനേതൃ പദവിയെ ചൊല്ലിയുള്ള CPM-CPI ഭിന്നതയെ തുടർന്ന് മുന്നണി യോഗം പോലും ചേരാനാവാത്ത പ്രതിസന്ധിയിലേക്ക് LDF. ഉപനേതാവ് പദവി ലഭിച്ചില്ലെങ്കിൽ കടുത്ത നിലപാട് എടുക്കണമെന്നാണ് CPI-ക്കുള്ളിൽ ഉയരുന്ന ആവശ്യം. ഇടതുമുന്നണി യോഗത്തിലും പ്രതിപക്ഷ ഉപനേതാവ് പദവി CPI ആവശ്യപ്പെടും. പ്രതിപക്ഷ ഉപനേതാവ് പദവിയെ ചൊല്ലി കടുത്ത ഭിന്നത ഉടലെടുത്ത ഇടതുമുന്നണിയിൽ അസ്വാരസ്യങ്ങൾ മുറുകുകയാണ്. വിട്ടുവീഴ്ച ചെയ്തുള്ള ഒരു തീരുമാനത്തിലേക്കും പോകേണ്ടെന്ന് ഇന്നലെ ചേർന്ന CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് നിലപാടെടുത്തത്. പദവി കിട്ടിയില്ലെങ്കിൽ വിയോജിപ്പ് ശക്തമായി തന്നെ പ്രകടിപ്പിക്കണം. സഭയിൽ ഒരുമിച്ചിരിക്കുന്നതിൽ തടസ്സമില്ല. എന്നാൽ എല്ലാ വിഷയത്തിലും CPIM എടുക്കുന്ന നിലപാടിനെ പിന്തുണയ്ക്കേണ്ടെന്നും എക്സിക്യൂട്ടീവിലെ അഭിപ്രായം. UDF സർക്കാരിനെതിരെ ഇടതുമുന്നണി സമരം പ്രഖ്യാപിച്ചാൽ പങ്കെടുക്കാം. എന്നാൽ പിന്നീടും ഒരുമിച്ചുള്ള സമരത്തിനില്ലെന്നും ബിനോയ് വിശ്വം കൂടിക്കാഴ്ചയിൽ LDF കൺവീനറെ അറിയിച്ചിരുന്നു. CPIMന്റെ നിലപാടിൽ വ്യക്തത വരുത്തട്ടെ എന്നാണ് ബിനോയ് വിശ്വം വ്യക്തമാക്കുന്നത്. മുന്നണി യോഗം വിളിക്കുന്നത് അംഗീകരിച്ചെങ്കിലും അവിടെയും പ്രതിപക്ഷ ഉപനേതാവ് പദവി എന്ന ആവശ്യം ഉന്നയിക്കും. അപ്പോൾ തർക്കമുണ്ടായാൽ ഉത്തരവാദിത്തം CPIക്കല്ലെന്നും മുന്നറിയിപ്പ് നൽകുന്നു. എല്ലാ കക്ഷികളുമായിട്ടും CPI കുറ്റസൗഹൃദ ബന്ധമുണ്ട്. അവരുമായിട്ടെല്ലാം ഞങ്ങൾക്ക് സംസാരിക്കാൻ ബന്ധമുണ്ട്. ഞങ്ങൾ സംസാരിച്ചോളാം. പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനം കിട്ടുമെന്നാണോ പൂർണ്ണ വിശ്വാസമുണ്ട്. മുൻകാലങ്ങളിലുണ്ടായിരുന്ന പ്രതിപക്ഷ ചീഫ് വിപ്പ് പോലുള്ള പദവികളാണ് CPIMന്റെ ഓഫർ. അത് അംഗീകരിക്കാനും CPI തയ്യാറായിട്ടില്ല. മുന്നണിയിലെ പ്രധാന പാർട്ടികൾ തമ്മിലുള്ള തർക്കത്തിൽ മറ്റ് ഘടകകക്ഷികളും ഇതിനിടെ കടുത്ത അതൃപ്തിയുമായി രംഗത്തെത്തിയിട്ടുണ്ട്. ഇതിനിടെ RJDയും INLും CPIക്കെതിരെ രംഗത്തെത്തിക്കഴിഞ്ഞു. പ്രതിപക്ഷ ഉപനേതാവ് പദവി വിട്ടുതരാനാകില്ലെന്ന് കഴിഞ്ഞ ദിവസത്തെ ചർച്ചയിലും CPIM ഉറപ്പിച്ചു പറഞ്ഞിട്ടുണ്ട്. അതിനാൽ തന്നെ എങ്ങനെ തീരും തർക്കമെന്നതിൽ നേതാക്കൾക്കിടയിലും ഒരു വ്യക്തതയില്ല. ജനം, തിരുവനന്തപുരം.